പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശിക്കെതിരായ ആരോപണങ്ങൾ, ഫണ്ട് തിരിമറി അടക്കമുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് ഏകാംഗ കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്തലത്ത് ദിനേശനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. പുത്തലത്ത് ദിനേശനാണ് അന്വേഷണ കമ്മീഷൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ പകർപ്പും പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ, വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് അതിലുള്ളത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് 5,60,00,000 രൂപ ഓഹരി വാങ്ങി, പാർട്ടി അറിയാതെ 35 നിയമനങ്ങൾ നടത്തി, ഡ്രൈവറുടെ പേരിൽ 1 കോടിക്ക് മുകളിൽ സ്ഥലം വാങ്ങി തുടങ്ങിയ ആരോപണങ്ങൾക്കുള്ള തെളിവുകളാണ്, ആക്ഷേപങ്ങളും ആരോപണങ്ങളുമല്ല, ഈ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. പ്രസാദ്, ഇതുവരെ കേട്ടിരുന്നത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആയിരുന്നെങ്കിൽ പാർട്ടി കോടതിയിൽ ഒന്നും ഒതുങ്ങി നിൽക്കാത്ത രീതിയിലേക്ക് തെളിവുകൾ പുറത്തു വരികയാണ്. വിചാരണ ആരംഭിച്ചു കഴിഞ്ഞു പാർട്ടി കോടതിയിൽ. അതും പുറത്തുനിന്നൊന്നും അല്ല അന്വേഷണം, റിപ്പോർട്ടുകൾ, കണ്ടെത്തലുകളും ഒന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള കണ്ടെത്തലുകൾ ആയതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യമേറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ചാണ് ഇത്തരത്തിൽ ഗൗരവമേറിയ കണ്ടെത്തലുകൾ എന്നാണ്. വിശദാംശങ്ങളുമായി എന്തായാലും പാലക്കാട് നിന്ന് പ്രസാദ് ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഏരിയ കമ്മിറ്റിയൊക്കെ ആവും, വലിയ ചർച്ച തന്നെയാവും, എന്തൊക്കെയുണ്ട് അവിടെ നിന്നുള്ള വാർത്തകൾ? ഗുഡ് മോർണിംഗ് പ്രദീപ്, ശരണ്യ. ഇന്നലെയായിരുന്നു PK ശശിക്കെതിരെയുള്ള പരാതി ഏകാംഗ കമ്മീഷൻ പരിശോധിച്ചത്. ഇതിൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പരാതിക്കാർ വലിയ തോതിലുള്ള തെളിവുകൾ, അതായത് ആരോപണം മാത്രമല്ല അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി കമ്മീഷന് മുമ്പാകെ ഹാജരാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ 7 പ്രധാന രേഖകളാണ്, പ്രധാന തെളിവുകളാണ് PK ശശിക്കെതിരെ പരാതിക്കാർ പുത്തലത്ത് ദിനേശന് സമർപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം PK ശശി നടത്തിയ എല്ലാ ഇടപാടുകളും പാർട്ടി അറിയാതെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും സ്ഥാപിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതൊന്ന്, മണ്ണാർക്കാടുള്ള യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി ഓഹരി ശേഖരിച്ചിരുന്നു. ഇത് CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്നായി 5,60,00,000 രൂപയാണ് ഓഹരി വാങ്ങിയത്. പക്ഷേ ഇതൊന്നും തന്നെ പാർട്ടിയുടെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, സഹകരണ ബാങ്കുകളിലെ 35 നിയമനങ്ങൾ നടത്തി. ഇതും പാർട്ടി അറിയാതെ നടത്തിയ നിയമനങ്ങളാണ്. ഈ നിയമനങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ പരാതിക്കാർ ഇന്നലെ ഏകാംഗ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കി. അതിൽ മറ്റൊന്ന്, നേരത്തെ തന്നെ ഉയർന്നിരുന്ന ഒരു പരാതിയാണ്, പാർട്ടി ഫണ്ട് വകമാറ്റി PK ശശിയുടെ സ്വന്തം പേരിൽ അക്കൗണ്ടിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ ഗുരുതരമായി ഉള്ള കുറ്റമായി തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസായ മണ്ണാർക്കാടിൽ നായനാർ സ്മാരകത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ PK ശശി മാറ്റി. അതോടൊപ്പം മുൻപ് മണ്ണാർക്കാട് നടന്നിരുന്ന ജില്ലാ സമ്മേളനത്തിൽ ആ ജില്ലാ സമ്മേളനത്തിന് വേണ്ടി പാർട്ടി പിരിച്ച ഫണ്ടിൽ അതിലും 10 ലക്ഷം രൂപയുടെ ശശിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ്. യൂണിവേഴ്സൽ കോളേജിന് സമീപം PK ശശിയുടെ മകന്റെ പേരിൽ വാങ്ങിയ സ്ഥലത്തിന്റെ രേഖകൾ, അതോടൊപ്പം മണ്ണാർക്കാട് നഗരസഭയിൽ പാവാടിക്കുളത്തിന് സമീപത്തുള്ള പാർട്ടിയുടെ സ്ഥലക്കച്ചവടത്തിന്റെ രേഖകൾ, ഈ രേഖകൾ ഇതൊന്നും തന്നെ പാർട്ടിയുടെ അനുമതിയോടുകൂടി അല്ല എന്നുള്ളതാണ്. ഡ്രൈവർ PK ജയന്റെ പേരിൽ അലനല്ലൂർ വില്ലേജ് പരിസരത്ത് വാങ്ങിയ 1 കോടിക്ക് മുകളിൽ വിലയുള്ള സ്ഥലത്തിന്റെ ആധാരവും അതിന്റെ പോക്കുവരവ് സർട്ടിഫിക്കറ്റുകളുമാണ് ഹാജരാക്കിയിട്ടുള്ളത്. യൂണിവേഴ്സൽ കോളേജിൽ ചെയർമാനാകാൻ മണ്ണാർക്കാട് താലൂക്കിലുള്ള സഹോദരിയുടെ അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കിയതിന്റെ രേഖകൾ, അങ്ങനെ PK ശശിക്കെതിരെ പരാതി നൽകിയ ആളുകൾ വളരെ കൃത്യമായ രേഖകളും തെളിവുകളും ഹാജരാക്കി. സാധാരണഗതിയിൽ വിഭാഗീയത ഏറ്റവും കൂടുതൽ, സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. അവിടെ വിഭാഗീയത അവസാനിച്ചു എന്ന് പറയുമ്പോഴാണ് PK ശശിയുടെ ഒപ്പം നിന്ന ആളുകൾ തന്നെ, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു കാലത്ത് PK ശശിക്കൊപ്പം നിന്നിരുന്ന ആളുകൾ തന്നെയായിരുന്നു ഈ പരാതിക്കാർ. അതുകൊണ്ട് തന്നെ അവരുടെ കൈകൾ PK ശശി നടത്തിയ എല്ലാ ഇടപാടുകളും അവർക്ക് കൃത്യമായി അറിയാം. ആ രേഖകളെല്ലാം അവർ അന്നേ തന്നെ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഭാവിയിൽ ഇത് ആവശ്യം വരും എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അത്രത്തോളം ഈ രേഖകളെല്ലാം ഇവരുടെ കൈവശമുണ്ടായതിന്റെ തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശന് മുമ്പാകെ ഈ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഈ തെളിവുകൾ പാർട്ടി പരിശോധിച്ച് അത് കൃത്യമായി ഇവർ ഹാജരാക്കിയതുപോലെയുള്ള ക്രമക്കേടാണ് ബോധ്യപ്പെട്ടാൽ PK ശശി വീണ്ടും ഒരു തിരുത്തലിന് വിധേയമാകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മുൻപ് PK ശശിക്കെതിരെ അന്ന് മണ്ണാർക്കാടുള്ള DYFI വനിതാ നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ PK ശശിയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തിയിരുന്നു. പിന്നീടാണ് ഈ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതിന് ശേഷം PK ശശി ജില്ലാ സെക്രട്ടറിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. എന്തായാലും പുതിയ പരാതിയും തെളിവുകളും വരും ദിവസങ്ങളിൽ ഏതെല്ലാം തരത്തിലാണ് പാലക്കാട് അത് പൊട്ടിത്തെറിക്ക് കാരണമാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. കാരണം PK ശശിക്കൊപ്പവും ചില ആളുകളുണ്ട്, അവരും
വരും ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയും നമുക്ക് കാണേണ്ടതുണ്ട്.